ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ശരീരവും ആത്മാവും ചേർന്നുള്ള ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെയും സ്വർഗത്തിലെയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളും തിരുസഭയുടെ പ്രബോധനങ്ങളും ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ അതിൻ്റെ ഒരു സാരാംശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പറയുന്നത് ശരീരവും ആത്മാവും ചേർന്ന് ഉള്ളൊരു ജീവിതമാണ്. വിശുദ്ധ ലിഖിതത്തിൽ ഇതിനെക്കുറിച്ച് ധാരാളം വെളിപ്പെടുത്തലുകൾ ശ്ലീഹന്മാരുടെ പ്രബോധന കാലഘട്ടങ്ങളിലും സഭയുടെ ഉപദേശത്തിലും പ്രബോധനത്തിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പം നമ്മുടെ ഉള്ളിൽ ഒരാത്മാവിനെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ പേരെന്താണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല ഇപ്പം പറയണത്. നമ്മുടെ ഉള്ളിൽ ദൈവം ഒരാത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആത്മാവാണ്, സോൾ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു ആത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് കൂടാതെ തന്നെ ഒരു ആത്മാവ് നമുക്കുണ്ട്, നമ്മുടെ ആത്മാവ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും ഈ ശരീരത്തിനും അപ്പുറത്ത് ആത്മാവിൻ്റെ അസ്തിത്വം കൂടിയുള്ളൊരു ജീവിതമാണ് ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒരു ആത്മാവ് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ശരീരമുള്ളതുപോലെ തന്നെ നമുക്ക് ഒരു ആത്മാവുമുണ്ട്. ശരീരത്തിന് വിശപ്പുള്ളതുപോലെ ആത്മാവിന് വിശപ്പുണ്ട്. ശരീരത്തിന് ദാഹമുള്ളതുപോലെ ആത്മാവിന് ദാഹമുണ്ട്. ശരീരത്തിന് ജീവിതമുള്ളതുപോലെ ആത്മാവിന് ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ആത്മാവിനെ വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുകയാണ്. ഈ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അപ്പൊ ഈ ആത്മാവ് വിലയുള്ളതാണോ? ഉറക്കെ പറ. ഈ ആത്മാവ് വിലയുള്ളതാണോ? സകല സൃഷ്ടപ്രപഞ്ചത്തിന് സൃഷ്ടാവ് അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു കാര്യം കാണും ആഗ്രഹിക്കുന്നതിനാണ് അഭിലാഷം എന്ന് പറയണത്. അല്ല, ആഗ്രഹവും അഭിലാഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. അഭിലാഷം പൂണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അതിനോട് താല്പര്യപ്പെട്ടിരിക്കുക, അങ്ങോട്ട് മനസ്സങ്ങോട്ട് എന്താ പറയണത്, അഭിലാഷം പൂണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മനസ്സിനെ അത്യധികമായി ആഹ്ലാദിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ്. സത്യത്തിൽ നമ്മുടെ ഈ അസ്തിത്വത്തിന് വളരെ വലിയ വില ഉണ്ടാക്കി തന്നിട്ടുള്ളത് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവാണ്. സത്യം പറഞ്ഞ നമ്മുടെ പേര് പോലും ആരുടെ പേരാ? ചിന്തിച്ചു നോക്കിയേ. ശരീരത്തിൻ്റെ പേരാണ് ആത്മ സേവിയർ അച്ഛൻ, അല്ലെങ്കിൽ വട്ടായിലച്ഛൻ. അപ്പോൾ വട്ടായിലച്ഛൻ മരിച്ച ശവശരീരങ്ങൾ കൊണ്ടുവരാന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താ പറയുക? അതാ വട്ടായിലച്ഛൻ വരുന്നു എന്ന് പറയുമോ? എന്ത് പറയും? വട്ടായിലച്ഛൻ്റെ മൃതദേഹം കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ നമ്മുടെ തോമാസ് ചേട്ടൻ മരിച്ച്, അപ്പോൾ തോമാസ് ചേട്ടൻ്റെ മൃതദേഹം കൊണ്ടുവരുമ്പോൾ നമ്മൾ തോമാസ് ചേട്ടൻ വരുന്നു എന്ന് പറയില്ല, പിന്നെ എന്താ പറയണത്? തോമാസ് ചേട്ടൻ്റെ മൃതദേഹത്തെ കൊണ്ടുവരുന്നു. അപ്പോൾ തോമാസ് ചേട്ടൻ എങ്ങോട്ട് പോയി? അല്ലെങ്കിൽ വട്ടായിലച്ഛൻ എങ്ങോട്ട് പോയി? അപ്പം നമ്മുടെ പേര് പോലും സത്യത്തിൽ ആരോട് ഇഴുകിച്ചേർന്നിരിക്കുന്നു? നമ്മുടെ ആത്മാവിൻ്റെ പേരാണ് നമ്മുടെ പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു സ്വർണ്ണക്കടയിലോ ഒരു ആഭരണക്കടയിലോ പോയി രത്നമോ വൈഡൂര്യമോ കല്ലുകളോ സ്വർണ്ണമാലകളോ വാങ്ങിച്ചിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മനോഹരമായ ഒരു ചെപ്പിനകത്ത് പൊതിഞ്ഞു തരും, ശരിയല്ലേ? എന്നിട്ട് ആ ചെപ്പ് നമ്മൾ കൊടുന്ന് മനോഹരമായി നമ്മുടെ വീട്ടിൽ അലമാരിക്കകത്ത് സൂക്ഷിച്ച് വെക്കും. തൂമ്പ ഇടണോടത്താണ് അത് വെക്കണത്? അല്ല. അരിവാൾ വെക്കണത്? അല്ല. അതിനെ സൂക്ഷിച്ച് വെക്കാൻ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മളത് മനോഹരമായി വളരെ ഭദ്രമായി വെക്കും. അപ്പം അതിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഭദ്രമാക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് ഇതുപോലെയാണ് ദൈവം ഈ ശരീരം നമ്മുടെ ആത്മാവിന് വെച്ചിരിക്കുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് ഈ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്ന ഈ ആത്മാവിൻ്റെ ഒരു ഇടമാണ് ശരീരം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ ഒരു വാസസ്ഥലമാണ് ഈ ശരീരം എന്ന് പറയുന്നത്.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശരീരത്തിൻ്റെ വേദനയുള്ളതുപോലെ ആത്മാവിന് വേദനയുണ്ട്. ഈ ശരീരത്തിന് സങ്കടമുള്ളതുപോലെ ആത്മാവിന് സങ്കടമുണ്ട്. യേശു വളരെ ആത്മാവിൽ നെടുവീർപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 18 മുതൽ 21 വരെ തിരുലിഖിതങ്ങൾ. അവിടെ തിരുലിഖിതത്തിലുള്ള പരിശുദ്ധാത്മാവ് ഒരു സംഗതി പഠിപ്പിക്കുകയാണ്. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായ കാര്യങ്ങളിൽ അവർ അഭിമാനം കൊള്ളുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മളാകട്ടെ അവിടെ നിന്നൊരു രക്ഷകനെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകണത് നമ്മുടെ ഈ ശരീരത്തിന് ഈ ലോകത്തിൽ പൗരത്വം ഉള്ളതുപോലെ, നമുക്ക് ഈ ലോകത്തിൽ പൗരത്വം ഉള്ളതുപോലെ നമ്മുടെ ആത്മാവിന് ഒരു രാജ്യമുണ്ട്, നമ്മുടെ ആത്മാവിന് ഒരു പൗരത്വമുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ രാജ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ പൗരത്വമുള്ള രാജ്യമാണ് സ്വർഗരാജ്യം. അതിനെക്കുറിച്ച് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ വളരെ ഊന്നൽ കൊടുത്ത് പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഈ ലോകത്തിലെ അസ്തിത്വത്തിന് ശേഷം, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന് ശേഷം, ഈ മരണത്തിനും അപ്പുറത്ത് നമുക്കൊരു ലോകമുണ്ട്. ആ ലോകത്തിൻ്റെ പേരാണ് സ്വർഗരാജ്യം. സ്വർഗം പിതാവിൻ്റെ രാജ്യം. എന്നിട്ട് വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ആത്മാവ് ഈ നിത്യമായ രാജ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥമായ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ പിതാവിൻ്റെ രാജ്യത്തിൽ എനിക്കും നിങ്ങൾക്കും പിതാവ് ഒരു വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെയും നിങ്ങളുടെയും യഥാർത്ഥ രാജ്യമായി എന്റെയും നിങ്ങളുടെയും പിതാവ് ഒരുക്കിയിരിക്കുന്നത് സ്വർഗ രാജ്യമത്രേ. ഈശോ അന്ത്യവിധിയെക്കുറിച്ച് പ്രബോധനം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നത് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അവൻ തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവീൻ. ലോക സ്ഥാപനം മുതൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സജ്ജമാക്കപ്പെട്ട രാജ്യം ഏതാണ്? ഉറക്കെ പറ. സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഇടത്താവളമാണ് ഏത്? ഈ ഭൂമി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി വലിയൊരു നിയോഗമുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളും. ഈ ഭൂമിയിൽ ജോബിന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 22-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്, അഹോ ചീഞ്ഞളിഞ്ഞ പദാർത്ഥം പോലെയും ചിതൽ ചെന്ന വസ്ത്രം പോലെയും മനുഷ്യർ നശിച്ചു പോകുന്നു. ഈ ചീഞ്ഞ തക്കാളിക്ക പൊട്ടി പീഞ്ഞു പോണതുപോലെ ഈ ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യന്മാര് ജഡത്തിന് വേണ്ടി ജീവിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത, നിത്യരാജ്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവായ ദൈവം നിത്യമായ ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. ഈശോയുടെ പ്രബോധന കാലഘട്ടങ്ങളിൽ ഈശോ എപ്പോഴും ഊന്നൽ കൊടുത്തിരുന്നത് പിതാവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെക്കുറിച്ച് ഈശോ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. മരണത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഈശോ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോയും ശ്രീഹന്മാരും സഭയും ഈ കാര്യം ലോകത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ വ്യക്തമായി ദൈവമക്കളോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിത്യമായ ഒരു രാജ്യമുണ്ട്. നമ്മുടെ നിത്യമായ രാജ്യത്തിൽ, പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കാൻ വേണ്ടി വിളിയുള്ളവരാണ് ഞാനും നിങ്ങളുമെന്ന് വിശുദ്ധ ലിഖിതത്തെ അടിസ്ഥാനപ്പെടുത്തി തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമുക്ക് ഒരു ആത്മാവുണ്ട്, നമുക്കൊരു ശരീരമുണ്ട്. ഈ ആത്മാവും ശരീരവും ദൈവം ഈ ഭൂമിയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വിളി പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ദൈവവിളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ആത്മാവിന് നിത്യമായ ഒരു ജീവിതമുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും
ഈ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒട്ടും ഗവനിക്കാതെ നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ ജഡപ്രകാരമുള്ള സ്വഭാവത്തിൽ ജീവിച്ചാൽ, ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നിവർത്തിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിനുടമയായി മാറിയാൽ എന്താണ് ദോഷം? ബൈബിൾ ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 8-ാം വാക്യം പഠിപ്പിക്കുകയാണ്, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കുന്നു, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കി, നമുക്ക് 2 മേഖലയുണ്ട്, ഒന്ന് ജഡം, 2 ആത്മാവ്. നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് കിട്ടുന്ന 24 മണിക്കൂർ പല വിധത്തിൽ ചെലവഴിക്കാം. ഒന്നുകിൽ സ്വന്തം ജഡത്തിന് വേണ്ടി വിതയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവിന് വേണ്ടി വിതയ്ക്കാം. എന്നിട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കുന്നു, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കുന്നു. ഞാനും നിങ്ങളും ഇന്ന് വിതയ്ക്കുന്ന അനുസരിച്ചാണ് നാളത്തെ കൊയ്ത്ത്. 126-ാം സങ്കീർത്തനത്തിൽ 5-6 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. നമുക്കൊരു രാജ്യമുണ്ട്, നമുക്കൊരു വീടുണ്ട്. ഇത് നമ്മുടെ നിത്യമായ രാജ്യമല്ല, ഇത് നമ്മുടെ നിത്യമായ വീടുമല്ല. ഇവിടെ നമ്മൾ കൂടാരവാസികളാണ്, നമ്മൾ ഇവിടെ തീർത്ഥാടകരാണ്. നമ്മൾ ഈ രാജ്യം വിട്ട്, ഈ വീട് വിട്ട്, ഈ സ്ഥലം വിട്ട് നാം നിത്യരാജ്യത്തേക്ക്, നമ്മുടെ നിത്യ കൂടാരങ്ങളിലേക്ക്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യവസതിയിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് നാം കടന്നു പോകേണ്ടവരാണ്. ഹല്ലേലൂയ. അവിടെയാണ് എനിക്ക് നിങ്ങൾക്ക് നിക്ഷേപം വേണ്ടത്. ഈ ഭൂമി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ജീവിച്ചാൽ പോരാ. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വയറിന് തിന്നാനുള്ളത്, കണ്ണിന് കാണാനുള്ളത്, ചെവിക്ക് കേൾക്കാനുള്ളത് മാത്രം വെച്ച് നടന്നാൽ പോരാ. ബൈബിൾ പഠിപ്പിക്കുകയാണ്, എനിക്ക് നിങ്ങൾക്ക് 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ 24 മണിക്കൂർ എന്തിനു വേണ്ടി ദൈവം തന്നിരിക്കുന്നത്? ദൈവം യേശുക്രിസ്തു ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവീൻ. ഇതൊരു കൽപ്പനയാണ്. എന്താ ഈ കൽപ്പന മാനിക്കാത്തത്? എന്താ ഈ കൽപ്പന ശ്രദ്ധിക്കാത്തത്? എനിക്ക് നിങ്ങൾക്ക് ദൈവം സമയം തന്നിട്ടുള്ളത് ജോലി ചെയ്ത് പണം ഉണ്ടാക്കി മക്കളെ നോക്കി വീട് വെച്ച് നാട്ടിൽ എല്ലാവരുടെയും കയ്യടി മേടിച്ച് അങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി പോകാൻ വേണ്ടി മാത്രമല്ല എനിക്ക് നിങ്ങൾക്ക് ദൈവം ആരോഗ്യം ആയുസ്സും തന്നിരിക്കുന്നത്, വീടും കുടുംബം തന്നിരിക്കുന്നത്, ജോലിയും പണവും തന്നിരിക്കുന്നത്, ബുദ്ധിയും കഴിവും തന്നിരിക്കുന്നത്. ഈ ബുദ്ധിയും കഴിവും എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ദൈവികമായൊരു പദ്ധതിയുണ്ട്, ദൈവികമായൊരു ഉദ്ദേശമുണ്ട്. അതിതാണ്, നിങ്ങൾ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഭൂമി 40 വർഷം ജീവിച്ച് 50 വർഷം ജീവിച്ച് സ്വർഗത്തിൽ എത്ര നിക്ഷേപമുണ്ട്? സ്വർഗത്തിൽ ജീവന്റെ കനത്ത് നിങ്ങളുടെ പേരുണ്ടോ? വെളിപാടിന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടും. വെളിപാടിന്റെ പുസ്തകം 20:15, ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഈ ഭൂമിയിലുള്ള എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് അവനവന്റെ ആത്മാവിനോടുള്ള ഉത്തരവാദിത്തം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഉത്തരവാദിത്വമുണ്ട്, മാതാപിതാക്കന്മാരോട് കടമയുണ്ട്, മക്കളോട് ഉത്തരവാദിത്വമുണ്ട്. അതിനേക്കാൾ കൂടിയൊരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും അവനവന്റെ ആത്മാവിനോടുണ്ട്. അവനവന്റെ ആത്മാവിന്റെ നിത്യത ഭദ്രമാക്കാൻ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട്. ഇത് ഞാൻ നിങ്ങൾ ഗവനിക്കുന്നുണ്ടോ? നേരം വെളുത്ത വൈകുന്നേരം വരെ എൻ്റെ നിങ്ങളുടെ മുഖ്യ ചിന്ത എന്താ? ഈ ഭൂമിയിലെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുഴപ്പം വരാത്ത വിധത്തിൽ എല്ലാം ശരിയാക്കണം. എന്നാൽ എൻ്റെ നിങ്ങളുടെ ആത്മാവിന് സ്വർഗത്തിൽ നിത്യരാജ്യത്തിൽ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ എൻ്റെ പിതാവ് ഒരുക്കിയിരിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിക്ഷേപം വേണം. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും കരുതണം എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി സ്വന്തം ജഡത്തിൽ നാശം കൊയ്തെടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ പഠിപ്പിക്കുകയാണ്, കണ്ണുനീരോടെ വിത്ത് ചുമന്നുകൊണ്ട് വിതയ്ക്കാൻ പോകുന്നവർ ആഹ്ലാദത്തോടെ കറ്റ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കയറും. ഒരു ദിനമുണ്ട്, അന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളുടെ പ്രതിഫലം ഞാൻ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ആ ദിവസത്തിന്റെ പേരാണ് വിധിയുടെ ദിവസം. പ്രൈസ് ദി ലോർഡ്. എനിക്കും നിങ്ങൾക്കൊരു വിധിയുണ്ട്. ഇന്നിങ്ങനെ കൈയടിച്ച് ഇന്നിങ്ങനെ എല്ലാവരും തട്ടിമുട്ടി ഓക്കെ 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 എന്ന് പറഞ്ഞ് നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്ന കഴിവ് ഞാൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ച്, എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്ന സമയം ഞാൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ച്, എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്ന ഓരോ അവസരങ്ങൾ ഞാൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ച്, ഇതിന് ഞാനും നിങ്ങൾ കണക്ക് കൊടുത്തേ മതിയാവൂ. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നാം ഓരോരുത്തരും
അവനവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ നിൽക്കേണ്ടവരാണല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികൾക്കും കണക്ക് കൊടുക്കാൻ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. ഒരു വിധിയുണ്ട്. ആ വിധിയുടെ ദിവസത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവൂ. സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം, നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം ന്യായപീഠത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരും. ഇവിടെ ദൈവവചന പ്രഘോഷണം നടക്കുകയും ഇവിടെ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും തന്നിഷ്ടപ്രകാരം ദൈവം ആഗ്രഹിച്ച വഴിവിട്ട് തന്നിഷ്ടപ്രകാരം കള്ളുഷാപ്പിലേക്ക് പോയാൽ, തന്നിഷ്ടപ്രകാരം തോന്നിയാസത്തിലേക്ക് പോയാൽ, തന്നിഷ്ടപ്രകാരം ദുർവൃത്തിയിലേക്ക് പോയാൽ, തന്നിഷ്ടപ്രകാരം ലഹരിയുടെയും കഞ്ചാവിന്റെയും കൂട്ടുകെട്ടിലേക്ക് പോയാൽ ഞാനും നിങ്ങളും കണക്ക് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? കണക്ക് കൊടുക്കേണ്ടി വരും. സഭാപ്രസംഗകൻ 12:14 പഠിപ്പിക്കുകയാണ്, നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം ന്യായപീഠത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരും. വേറെ വാക്കി പറഞ്ഞാൽ, നമ്മുടെ ഈ ജീവിതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന് ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇത് ശരീരവും ആത്മാവും ചേർന്നുള്ള ഒരു ജീവിതമാണ്. അതിന് രണ്ടാമത്തെ പ്രത്യേകതയാണ് ഈ ശരീരവും ആത്മാവും ചേർന്നുള്ള ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയും വെറുതെ പോവുകയില്ല. ഒന്നുകിൽ അത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിത്യ നരകാഗ്നിയെ വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ വലിയ പ്രതിഫലം കൊണ്ടുവരും. ഇത് സംഭവിച്ചിരിക്കും. ഒരു പ്രവൃത്തിയും അത് വെറുതെ പോകുന്നു ചിന്തിക്കരുത്. നമ്മളുണ്ടാക്കുന്ന എസ്റ്റേറ്റുകൾ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. നമ്മളുണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. ഈ സൂര്യനും ചന്ദ്രനും ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. കാരണം എല്ലാം നശ്വരങ്ങളാണ്. എന്നാൽ മനുഷ്യന്റെ വാക്കും മനുഷ്യന്റെ പ്രവൃത്തിയും ഒരു നാളും നശിക്കുകയില്ല. ഹല്ലേലൂയ. അതിന് ഞാനും നിങ്ങളും കണക്ക് കൊടുത്തേ മതിയാവൂ. കാലഹരണപ്പെടുന്ന ഒരു മേഖലയുണ്ട്, അത് കുമ്പസാരത്തിന്റെ മേഖലയാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വഴിയുള്ള സൗജന്യ പാപക്ഷമ കിട്ടുന്ന ആ കൺഫെഷൻ, കുമ്പസാരത്തിന്റെ മേഖലയിൽ പറയുന്ന പ്രവർത്തികൾ അത് കാലഹരണപ്പെട്ടു പോകും. ബാക്കി ഒരു പ്രവൃത്തിയും കാലഹരണപ്പെടുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളും അതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. ഇതെന്തുകൊണ്ട് എന്ന് ചോദ്യം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യർ തങ്ങളുടെ ശാരീരികതയിൽ ചെയ്യുന്ന ഓരോ നന്മതിന്മകൾക്കും അവർ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് ശ്ലീഹ 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. മനുഷ്യർ തങ്ങളുടെ ശാരീരിക ചെയ്യുന്ന ഓരോ നന്മതിന്മകൾക്കും കണക്ക് കൊടുക്കേണ്ടി വരും. വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവർത്തികളും ഞാനും നിങ്ങളും പറയുന്ന വാക്കുകളും ഒരു നാളും കാലഹരണപ്പെടുകയില്ല. അത് നിത്യമായി നിലനിൽക്കും. ഒന്നുകിൽ എനിക്ക് വേണ്ടി നിത്യരാജ്യത്തെ നേടിത്തരും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിത്യ നരകാഗ്നിയെ അത് വിളിച്ചു വരുത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഓരോ വാക്ക് പറയുമ്പോഴും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വാക്ക് പറയുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നിത്യജീവന് വേണ്ടി വിതച്ചുകൊണ്ടിരിക്കുകയാണ്. തെറി പറയുമ്പോൾ നരകാഗ്നിക്ക് വേണ്ടി വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി, എൻ്റെ നിത്യജീവന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ നിത്യനാശത്തിന് വേണ്ടി ഞാനും നിങ്ങളും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വിതയ്ക്കുന്നത് നാളെ വിളഞ്ഞു വരും എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്, സ്വന്തം ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അച്ഛൻ കോട്ടപ്പുറം രൂപതയുടെ ബിഷപ്പായിരിക്കുന്ന കാരിക്കശ്ശേരി പിതാവ്, ആ പിതാവിൻ്റെ ഒരു അനുഭവം പിതാവ് പറയണത് ഞാൻ കേട്ടു. പിതാവ് പറഞ്ഞു ഇങ്ങനെയാണ്, പിതാവ് വികാരിച്ചനായിരിക്കുമ്പോൾ ഒരു ഇടവകയിൽ ഒരു വീട്ടിൽ കലഹമുണ്ടായി. ആ കലഹത്തിൽ ഒരു എഞ്ചിനീയറിൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിൽ കലഹമുണ്ടായി. എഞ്ചിനീയർ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ വേണ്ട ബഹളം. ഭാര്യയും അല്ലെങ്കിൽ എഞ്ചിനീയറിൻ്റെ ഭാര്യയും അവരുടെ കുട്ടിയും തമ്മിലാണ് ബഹളം. ഒരു ആൺകുട്ടിയുണ്ട്, അവനൊരു മറക്കട മുഷ്ടിയൊന്നും അല്ലെങ്കിലും അവൻ ബഹളംകാരനാണ്. അപ്പം അവനും അമ്മയും തമ്മിൽ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അപ്പൻ ചോദിച്ചു, എന്താ ഇവിടെ ബഹളം? ഇന്നിവിടെ വഴക്കാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കയറി പറയണത്. അപ്പോൾ ചോദിച്ചു, എന്താ വിഷയം? അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ അപ്പ, ഈ അമ്മ എനിക്കൊരു അക്ഷരം മിണ്ടാൻ സമയം തരണില്ല, അമ്മ ഇങ്ങോട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്താ വിഷയം എന്ന് വെച്ച് ഈ കുട്ടീനെ കൊണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അന്ന് പരീക്ഷ പേപ്പർ കിട്ടിയ ദിവസമാണ്. ഹല്ലേലൂയ. പരീക്ഷ പേപ്പർ കിട്ടിയപ്പം ഈ കുട്ടിക്ക് 50-ൽ 48 മാർക്കുള്ളൂ. ഉടനെ അമ്മ ചോദിച്ചു, മോനെ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ
കുട്ടി പറഞ്ഞു ഒരു കുട്ടിക്കുണ്ട്, അവൻ 49 മാർക്കുണ്ട്, ഇവൻ 2ാം സ്ഥാനം, ആ കുട്ടിക്ക് 1ാം സ്ഥാനം. പിന്നെ അമ്മ അങ്ങോട്ട് തുടങ്ങി, നിന്നെയൊക്കെ എന്തിനാ തീറ്റ തരണത്, നിന്നെയൊക്കെ എന്തിനങ്ങനെ വളർത്തുന്നത്, നീയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടീനെ ഇങ്ങനെ ചീത്ത വിളിക്കുക തന്നെ. അപ്പോൾ അപ്പം ചോദിച്ചു, എന്താ നിനക്ക് മാർക്ക് പറയാൻ കാരണം? അപ്പം കുട്ടി പറഞ്ഞു, അപ്പാ ഞാൻ പരീക്ഷ എഴുതി ഇങ്ങ് വരികയായിരുന്നു. പരീക്ഷ എഴുതി വന്ന് എല്ലാം എഴുതി പൂർത്തിയായി. ഇവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. എഴുതി എല്ലാം അങ്ങോട്ട് പൂർത്തിയായി കഴിഞ്ഞ് അവൻ പേപ്പർ കൊടുക്കൽ തൊട്ട് മുമ്പ് അടുത്ത കുട്ടിയുടെ അടുത്തേക്ക് നോക്കിയപ്പം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇവൻ എഴുതിയത് തെറ്റാണെന്നും അടുത്ത കുട്ടി എഴുതിയത് ശരിയാണെന്നും കണ്ട്. അപ്പോൾ ഇവനും ഫ്രണ്ട്സാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, അതല്ല ശരി, ഇതാ ശരി, ഇത് നീ എഴുതിക്കോളാൻ പറഞ്ഞ് വെട്ടിയത് എഴുതിക്കോളാൻ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. ടീച്ചർമാർ ഇവർ നല്ല കുട്ടികളായതുകൊണ്ട് സരി ഓക്കെ എന്നുള്ള വിധത്തിൽ അവരൊന്നും കാണാത്ത പോലെ അങ്ങോട്ട് മാറിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവന് പെട്ടെന്ന് തോന്നി ഈ ഒന്ന് വെട്ടി എഴുതിയാൽ 1 മാർക്ക്, അവൻ കംപ്ലീറ്റ് എല്ലാം ശരിയാവും. ഇവനറിയാം അതാ ശരി, ഇത് തെറ്റാണെന്ന്. ഒന്ന് വെട്ടി എഴുതേണ്ട ആവശ്യമില്ല, 1 സെക്കൻഡ് ഒരു വാക്കിൻ്റെ ഒരു ഉത്തരമാണത്. പക്ഷെ പെട്ടെന്ന് അവന് ഓർമ്മ വന്നു, ടീച്ചർമാർ സമ്മതിച്ചാലും എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും സമ്മതിച്ചാലും ശരി, ഞാൻ ഈ തെറ്റ് ചെയ്താൽ ഞാൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാനിപ്പോൾ എൻ്റെ ആത്മാവിന് നിത്യനാശമാണ് വിതയ്ക്കുന്നത്. ഞാൻ സ്വർഗത്തിന് വേണ്ടി വിതയ്ക്കുന്നത്. ഇപ്പോഴും ഒരു മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഇത് കാണപ്പെടും. എൻ്റെ പിതാവ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞു, എനിക്ക് മാർക്ക് വേണ്ട, എനിക്ക് എൻ്റെ പിതാവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ പേപ്പർ അങ്ങനെ തന്നെ വേഗം മടക്കി കൊടുത്തിട്ട് അവൻ തിരിച്ചു പോന്നു. റിസൾട്ട് വന്നപ്പോൾ അവൻ പ്രതീക്ഷിച്ചാൽ 1 മാർക്ക് കുറവുണ്ട്, ബാക്കി അവൻ 1 മാർക്ക് കൂടുതലുണ്ട്. ഹല്ലേലൂയ. അപ്പൻ ചോദിച്ചു, നീ എന്താ അപ്പം അത് എഴുതാതിരുന്നത്? പറഞ്ഞു, അപ്പനല്ലേ എന്നോട് പറഞ്ഞത്, നമ്മൾ ഈ ലോകത്തിൽ ആളുകളുടെ മുമ്പിൽ മറച്ചാലും ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ എല്ലാം അനാവൃതവും വ്യക്തവുമാണ്, അവൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് അപ്പം പറഞ്ഞില്ല. അങ്ങനെ ഒരു വചനമുണ്ട്. അതാണ് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ കൺമുമ്പിലാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികളെല്ലാം അവിടുത്തെ കൺമുമ്പിൽ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മരിച്ചു ചെന്നാലും ഈ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ നിന്നാണ് ഞാൻ കണക്ക് കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ കുട്ടി ദൈവഭയത്തോടെ ജീവിച്ച്, ആ കുട്ടി പറഞ്ഞു, ഇവിടെ 1 മാർക്ക് കുറഞ്ഞാലും സ്വർഗത്തിൽ മരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ എനിക്ക് പ്രതിഫലം വേണം, ആഗ്രഹത്തോടെ ജീവിച്ചൊരു കുട്ടി. പ്രൈസ് ദി ലോർഡ്. ആ അപ്പൻ അവൻ ഒരുപാട് അഭിനന്ദിച്ച്, അവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത് അപ്പം പറഞ്ഞു, നീ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. അപ്പം പറഞ്ഞു, മോനെ, ലോകത്തിൽ 1 മാർക്ക് കുറഞ്ഞാലും സ്വർഗത്തിൽ നിനക്ക് നല്ല മാർക്ക് വേണം, അതിനുവേണ്ടിയാണ് നീ അധ്വാനിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ചളുക്കോ പുളുക്കൊന്നും എന്തെങ്കിലുമൊക്കെ കുറേ അങ്ങോട്ട് ചെയ്ത് കുറേ അങ്ങോട്ട് പണം ഉണ്ടാക്കി ജീവിച്ചാൽ പോരാ. ഞാനും നിങ്ങൾ ഓർക്കണം, എൻ്റെയും നിങ്ങളുടെയും സ്വർഗത്തിൽ ഇത് നിക്ഷേപമായി മാറുന്നുണ്ടോ? ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് കുടുംബനാഥകളും ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകത്തിലുണ്ടെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി, എങ്ങനെയെങ്കിലും ദിവസം കഴിച്ചു കൂട്ടിയാൽ മതി എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കരുത്. ദൈവവചനപ്രകാരം ചിന്തിക്കണം. കാരണം ഓരോ മണിക്കൂറിനും ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും ഞാനും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ വാക്കിന് പോലും ഞാൻ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുലിഖിതം. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും അറിഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലത്രേ. ഹല്ലേലൂയ. Lord Jesus. ആരാധിക്കുന്നു യേശുനാഥനെ, ആരാധിക്കുന്നു ഓസ്തിരൂപനെ, ആരാധിക്കുന്നു. ഒരിക്കൽ നിത്യവിധിയാളനായി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുവാനിരിക്കുന്ന
നമ്മുടെ രക്ഷിതാവായ യേശു ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മുമ്പിൽ. 2 കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തുക. മകനെ, മകളെ, നിന്റെ ഹൃദയ വ്യതകൾ എന്തുമാകട്ടെ, കണ്ണുനീരോടുകൂടെ യേശുവിനെ നാമം വിളിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരോട് രക്ഷിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഉന്നതത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇപ്പോൾ അന്ധകാരങ്ങളും തകർച്ചകളും മാറി യേശുവിന്റെ നാമത്തിലുള്ള രക്ഷയുടെ അഭിഷേകം നിറയട്ടെ. പാപവും ലോകബന്ധനങ്ങൾ വിട്ടുമാറി നിത്യരക്ഷയുടെ അഭിഷേകം നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവമേ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ അനുഭവം നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. പിതാവിൻ്റെ രാജ്യത്തിൽ നിത്യമായി പ്രശോഭിക്കാനുള്ള ദാഹം കൊണ്ട് നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, സമാധാനമേ.